അല്ല, അതൊക്കെ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെതായ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാര്യം ഞങ്ങൾ പരിഹരിക്കും. അതെല്ലാം പിന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യും. എല്ലാം അറിയിച്ചു കഴിഞ്ഞു. അല്ല, രേഖകളല്ലല്ലോ, അതൊക്കെ നമുക്ക് എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, അനുസരിക്കും. അല്ല, ഞാൻ പറയുന്നത് പിഴവല്ല. അതെങ്ങനെ പിഴവെന്ന് പറയാൻ പറ്റും? അല്ല, പിഴവെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും അന്ന് കോടതി എന്താ പറഞ്ഞത്? 2019 സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാനാണ് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ അതൊരു അനുമാനമാണ്. ആ അനുമാനം ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പിന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അറിയിക്കാതെ പോയതിലൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പോയതിലൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ. സംഗതിയെല്ലാം പ്രൊസീജിയറും പാലിച്ചാണെങ്കിലും സ്പെഷ്യൽ കമ്മീഷൻ അറിയിച്ചിട്ടില്ലല്ലോ. അതൊരു വീഴ്ച തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലായിരിക്കും കോടതി അങ്ങനെ അനുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ തിരുവാഭരണ കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അസിസ്റ്റന്റ് ലോ ഓഫീസർക്കും ഒക്കെ ഞങ്ങൾ അതുമായി എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കാത്തതെന്ന് വിശദീകരണ നോട്ടീസും കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെതായ നടപടിക്രമങ്ങൾ ആയി മുന്നോട്ട് പോകും. അതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന മികച്ച രീതിയിലല്ലേ SITയുടെ അന്വേഷണം നടക്കുന്നത്. ഉറപ്പായിട്ടും അത് കണ്ടെത്തും. അത് CCയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. കണ്ടെത്തണ്ടേ? സ്വാഭാവികമായി അതിനാണല്ലോ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ പിന്നെ അന്വേഷണം നടക്കുന്നത്, SITയുടെ അന്വേഷണം നടക്കുന്നത്. അല്ല, അതെല്ലാം അന്വേഷണ സമിതി മികച്ച രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസമുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നതായതുകൂടി കൊണ്ട് തന്നെ കൃത്യമായും അത് കണ്ടെത്തുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതൊക്കെ ഞാൻ ആധികാരികമായി പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ അന്വേഷണമൊക്കെ നടക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാന്റെ ഒരു തരി പൊന്നു പോലും ഭഗവാന്റെ സ്വർണ്ണം അപകരിച്ചവരാരും രക്ഷപ്പെടത്തില്ല എന്ന് പറയാൻ പോയതാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.